പഞ്ചാബിലെ ഈ നിരവധി കൃഷികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിയാണ് ഗോതമ്പ്. നമ്മുടെ കേരളീയർക്ക് നെല്ലാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കൃഷി. പക്ഷേ ഈ പഞ്ചാബിലെ കൃഷി ഏതാന്ന് വെച്ചാൽ ഗോതമ്പാണ്. ഗോതമ്പ് മാത്രമല്ല, നിരവധി കൃഷികൾ ഇവിടെ ഉണ്ട്. കരിമ്പ്, ചോളം, അതുപോലെ കുറേ കൃഷികൾ. ഫ്രണ്ട്സ്, ഈ പാടശേഖരത്തിലെ കൃഷിയൊക്കെ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്ത കൃഷിക്ക് വേണ്ടി ഈ പാടം ട്രാക്കറൊക്കെ വെച്ച് ഒരുക്കിയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ പഞ്ചാബിലെ മെയിൻ അട്രാക്ഷനായി ഗോൾഡൻ ടെമ്പിൾ കാണാനായിട്ട് പോവുകയാണ്. പഞ്ചാബിലെ അമൃത്സറിലാണ് ഈ സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഭയങ്കര ത്രില്ലാണ്. പിന്നെ സുവർണ, ഗോൾഡൻ എന്നൊക്കെ കേൾക്കുമ്പം എൻ്റെ പേരും സുവർണ എന്നാണല്ലോ, പിന്നെ സുവർണ ക്ഷേത്രമാണല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ വിസുവിനൊരു ഇത്തിരി എന്താ പറയണേ, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അധികം. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ഗോൾഡൻ സർപ്രൈസ് യൂട്യൂബ് ചാനൽ. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് 5 നദികളുടെ നാടെന്നറിയപ്പെടുന്ന പഞ്ചാബിലെ അമൃത്സറിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഇപ്പം നമ്മളിവിടെ വണ്ടി പാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അപ്പം അതിന് മുമ്പ്, പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ഹെഡ് നമ്മളൊന്ന് കവർ ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഷോളോ അല്ലെങ്കിൽ കർച്ചീഫോ എന്തെങ്കിലും മതി. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അതില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ ക്ലോത്ത് ഇവിടുന്ന് മേടിക്കുകയോ ചെയ്തത്. അത് ഉപയോഗിച്ച് നമ്മുടെ ഹെഡ് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇവിടുത്തെ ഒരു ആചാരമാണ്. ഇവിടെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം ഇതിവിടെ നിറയെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ളൊരു റുമാലാണിത്. ഒരു കർച്ചീഫ് എന്ന് തന്നെ പറയാം. അപ്പം ഞങ്ങളുടെ ഷോളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളിത് മേടിച്ചു. ഒരു യെല്ലോ കളറാണ് ഇതിൻ്റെ. ഇവിടെ കുറേ പേര് ഇത് സെല്ല് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ജാലിയൻവാല ബാഗിൻ്റെ സ്മാരകവും ഉള്ളത്. നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ പോയി കഴിഞ്ഞിട്ട് ഈ സ്മാരകം കാണാനായിട്ട് വരുന്നതായിരിക്കും. ജസ്റ്റ് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയായിട്ടാണുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയിൽ നിരവധി ഷോപ്സ് ഉണ്ട്. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്കിവിടെ ഷോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര വീക്കെൻഡ്സ് ഉള്ള ബാഗ്സ്, ഭയങ്കര ഇങ്ങനെ ഏൻഷ്യൻ ടൈമിലുള്ള ഷൂസസ്, ഇതൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ പോയി കഴിഞ്ഞ് വന്നിട്ട് ഇതെല്ലാം വാങ്ങുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഇഷ്ടം പോലെ കടകളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ടോയ്സ് ഒക്കെ മേടിക്കും. ഇനി ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾ ഇഷ്ടം പോലെ ബാഗും ടോയ്സും എല്ലാം മേടിക്കാൻ. ഫ്രണ്ട്സ്, അപ്പം നമ്മളത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ സ്വർണ്ണ താരികക്കൊടയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ വൈറ്റ് കളറാണ്. അപ്പൊ ഇനി ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയില്ല. ഫുള്ള് ഗോൾഡ് ആയിരിക്കും. അപ്പൊ നമുക്കിനി അകത്ത് കയറി നോക്കണം. നമുക്കറിയില്ല. അപ്പൊ നമുക്ക് പോകാം.
കേറാൻ പോവാണ്. അതിന് മുമ്പ് ചെരുപ്പൊക്കെ ഊരി ചെരുപ്പ് സൂക്ഷിക്കുന്ന മുറിയിൽ കൊടുക്കണം. ഫ്രണ്ട്സ്, ഇവിടെ അടുത്ത് തന്നെയായിട്ട് ഒരു വലിയ ക്ലോക്ക് റൂം ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചെരുപ്പും ബാഗ്സ് ഒക്കെ വെക്കുന്നത്. എന്നിട്ടേ നമ്മളെ ടെമ്പിളിന്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഗോൾഡൻ ടെമ്പിളിന്റെ അടുത്ത് എത്താറായിരിക്കുവാണ്. പുറകെ കാണുന്നതാണ് കേട്ടോ ഗോൾഡൻ ടെമ്പിൾ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പോ സുവർണ ക്ഷേത്രത്തിനുള്ളിലാണുള്ളത്. ഇത് സിഖ് മതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ്. 1581 ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. 1589 പൂർത്തിയാക്കുകയും ചെയ്തു. ഫ്രണ്ട്സ്, സിഖ് ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ സാഹിബ് എന്ന ഗ്രന്ഥമാണ് ഇവരിവിടെ ആരാധിക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഒരു വലിയ കുളവുമുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിന് 2 നിലകളാണുള്ളത്. ഒരു സ്വർണ്ണ താഴേക്കുടമുണ്ട്. പിന്നെ ഈ കുളത്തിന് ചുറ്റും, അതായത് അമൃത സരോവരത്തിന് ചുറ്റും മാർബിളിൽ തീർത്ത ഒരു പ്രദക്ഷിണ പാതയുണ്ട്. ഏകദേശം 5 മീറ്റർ ആണ് ഈ കുളത്തിന്റെ ആഴം എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചാബിൽ വരുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്തിരിക്കണം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഈ ഗോൾഡൻ ടെമ്പിൾ ഒക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജാലിയൻ വാലാബാഗ് സ്മാരകം കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഗോൾഡൻ ടെമ്പിളിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ജാലിയൻ വാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഇതിന്റെ മെയിൻ ഗേറ്റ് ഒക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ. ഇപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ സോഷ്യൽ സയൻസിലൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. പിന്നെ ഇവിടെ ഇവർ നല്ലൊരു പൂന്തോട്ടം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫൗണ്ടെയിൻ ഒക്കെ ഉണ്ട്. നല്ല രസമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മാരകമായ ജാലിയൻ വാലാബാഗിലാണ്. ഇവിടെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അപ്പോൾ ഈ സ്മാരകം നമ്മുടെ പഞ്ചാബിൽ അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 2-3 സ്റ്റെപ്പ് നടന്നാൽ മാത്രം മതി ഇങ്ങോട്ട് വരാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ചരിത്രമൊക്കെ ഹിസ്റ്ററിയിൽ കുറെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിരവധി നിരായുധരായ ഇന്ത്യക്കാർ ഇവിടെ സമാധാനപൂർവ്വമായി പ്രക്ഷോഭം നടത്തുകയായിരുന്നു. ജാലിയൻ വാലാബാഗിന്റെ പുറത്തേക്ക് കടക്കാൻ ഇതിന് ഒരു കുഞ്ഞു വാതിൽ മാത്രമേ ഉള്ളൂ. മിസ് പറഞ്ഞ ശരിയാണ് ഗൈസ്. ഇവിടെ പുറത്തേക്ക് കടക്കാനായിട്ട് ഒരു കുഞ്ഞു കവാടം മാത്രമാണ് ഉള്ളത്. ആ സമയത്ത് ബ്രിട്ടീഷ് ബ്രിഗേഡിയർ ആയിരുന്ന ഡെയർ ഈ ഇന്ത്യക്കാർക്കെതിരെ വെടിയുയർത്തി. ചേച്ചി, അവര് സമാധാനപരമായിട്ടാണല്ലോ സമരം നടത്തിയത്. പിന്നെ എന്തിനാ അവര് വെടിവെച്ചത്? ബ്രിട്ടീഷുകാർ അങ്ങനെയൊക്കെ ആയിരുന്നു മിസ്സു. അവർ ഇന്ത്യക്കാരെ പല രീതിയിലും ദ്രോഹിച്ചിരുന്നു. കൂട്ടുകാരെ, ആ സമയത്ത് നിരവധി ഇന്ത്യക്കാരും പല ഭാഗത്തേക്ക് ചിതറി ഓടി. അതിൽ 1500ഓളം പേര് വെടിയേറ്റ് മരിച്ചു. അപ്പോൾ ഗൈസ്, അങ്ങനെ നിരവധി ഇന്ത്യക്കാർ ഇവിടെ വെടിയേറ്റ് മരിച്ചല്ലോ. അവർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച സ്മാരകമാണ് ഈ ജാലിയൻ വാലാബാഗ്. കാണാനായിട്ട് സാധിക്കും. ജാലിയൻ വാലാബാഗ് നാഷണൽ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് ഇത് നിയന്ത്രിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി അമർ ജ്യോതി ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ പഞ്ചാബിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.